മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ സമരം നടത്തിയതോടെ രാജ്യത്തുടനീളം ഇന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാന സർവീസുകൾ സ്തംഭിച്ചു. മുന്നറിയിപ്പില്ലാതെ വിമാനങ്ങൾ റദ്ദാക്കിയതോടെ യാത്രക്കാർ പെരുവഴിയിലുമായി. ഇന്നലെ രാത്രി മുതൽ ആഭ്യന്തര അന്താരാഷ്ട്ര വിമാനങ്ങളടക്കം 70-ലേറെ സർവീസുകളാണ് ഇന്ത്യയിലാകെ മുടങ്ങിയത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് കാരണം കേരളത്തിൽ നിന്നടക്കമുള്ള നിരവധി എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ അപ്രതീക്ഷിതമായി മുടങ്ങി. ഇത് യാത്രക്കാർക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. ഇന്നലെ രാത്രിയോടെയാണ് സമരം പ്രഖ്യാപിച്ചത്. ഇത് 250ഓളം എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരാണ് കൂട്ടമായി സിക്ക് ലീവ് എടുത്തുകൊണ്ട് പ്രതിഷേധിച്ചത്. ഇവർക്കുള്ള അലവൻസ് കൂട്ടി നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇത്തരമൊരു സമരത്തിലേക്ക് കടന്നത്. കേരളത്തിലടക്കമുള്ള നിരവധി വിമാനത്താവളങ്ങളിൽ നിന്നുള്ള നിരവധി സർവീസുകൾ മുടങ്ങി. നെടുമ്പാശ്ശേരിയിൽ മാത്രം 5-ലേറെ സർവീസുകളാണ് പുറപ്പെടേണ്ട സർവീസുകളാണ് മുടങ്ങിയത്. ഇത്തരത്തിൽ മറ്റ് വിമാനത്താവളങ്ങളിലും നിരവധി സർവീസുകൾ മുടങ്ങി. രാവിലെ മുതൽ തന്നെ നിരവധി യാത്രക്കാരടക്കം ഇത്തരത്തിൽ എയർപോർട്ടുകളിൽ എത്തിയിരുന്നു. യാത്രക്കാരും ബന്ധുക്കളും ഒക്കെ തന്നെ എയർപോർട്ടുകളിൽ എത്തിയിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഇത്തരമൊരു സമരത്തെക്കുറിച്ച് അറിയുന്നത്. മാത്രവുമല്ല, ഈ ഫ്ലൈറ്റുകൾ റദ്ദാക്കിയ വിവരവും അറിയുന്നത്. ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഈ യാത്രക്കാർക്ക് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ന് ജോലിയിൽ പ്രവേശിക്കേണ്ടവരും അതോടൊപ്പം തന്നെ വിസ അടക്കമുള്ള കാര്യങ്ങളുടെ കാലാവധി പൂർത്തിയാകുന്നവരും ഒക്കെ തന്നെ ഈ കൂട്ടത്തിലുണ്ട്. ഇവർക്കാണ് വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം ക്യാൻസൽ ആയിട്ടിരിക്കുകയാണ്. ഇപ്പം നാളെ ഇന്റർവ്യൂ ഉണ്ട് ആൾക്ക്, അതൊക്കെ പ്രശ്നമായിട്ടിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ജോലിക്കാര്യത്തിനാണ് നമ്മൾ പോകുന്നത്. അവർ പറയുന്ന ഡേറ്റിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ജോലി അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ചെറിയ പിള്ളേരെ എടുത്തുകൊണ്ട് പോകുന്നത്, ജോലിക്ക് വേണ്ടിയിട്ടാണ്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ സമരത്തിന് പിന്നാലെ ഫ്ലൈറ്റുകൾ ക്യാൻസലാക്കേണ്ടി വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ആദ്യഘട്ടത്തിൽ ഒരു വിശദീകരണം നൽകാൻ തയ്യാറായിരുന്നില്ല എന്നൊരു ആരോപണമാണ് യാത്രക്കാർ ഉന്നയിക്കുന്നത്. പിന്നീട് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ ശ്രമിക്കും, യാത്രക്കാർക്കുള്ള ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിക്കുകയും എയർ ഇന്ത്യ എക്സ്പ്രസ് ചെയ്തു. അതേസമയം ജീവനക്കാരുടെ സമരത്തെ അവർ തള്ളിപ്പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഒരു യോഗം ചേരാനടക്കം തീരുമാനിച്ചത്. എന്തായാലും ഈ മറ്റ് ദിവസങ്ങളിലേക്ക് യാത്രക്കാർക്ക് ഈ പുനഃക്രമീകരിച്ചു കൊടുക്കുകയാണ്, ഈ ടിക്കറ്റുകൾ പുനഃക്രമീകരിച്ചു കൊടുക്കുകയാണ് പലപ്പോഴും ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല, ചിലർക്ക് റീഫണ്ട് ചെയ്യാമെന്ന വാഗ്ദാനം ഉണ്ടെങ്കിൽ പോലും യാത്രക്കാർ വലിയ പ്രതിഷേധത്തിലായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ജീവനക്കാരുടെ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഡൽഹി റീജിയണൽ ലേബർ കമ്മീഷണർ രംഗത്തെത്തി. ഈ ജീവനക്കാർ ഉന്നയിക്കുന്ന ആശങ്ക അതിൽ കാര്യമുണ്ട് എന്ന് തന്നെയാണ് ലേബർ കമ്മീഷണർ അടക്കം പറയുന്നത്. എന്തായാലും ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിശദീകരണം. ഇന്ന് പുലർച്ചെ, അതായത് 12 മണി മുതലുള്ള ഫ്ലൈറ്റുകളാണ് പ്രധാനമായും ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. മാത്രവുമല്ല, ഈ കേരളത്തിലേക്കടക്കമുള്ള ഇങ്ങോട്ടേക്കുള്ള വിമാനങ്ങളും ഇത്തരത്തിൽ ക്യാൻസൽ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം പുലർച്ചെ വരെ മിക്ക വിമാനത്താവളങ്ങളിലും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ഈ പ്രതിഷേധത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ റീഫണ്ട് ചെയ്തു കൊടുക്കാനും റീഷെഡ്യൂൾ ചെയ്തു കൊടുക്കാനുമുള്ള തീരുമാനമുണ്ടായത്. അതിനുശേഷമാണ് പല പ്രതിഷേധങ്ങളും അവസാനിക്കുകയും ചെയ്തത്. എന്തായാലും ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് അപ്രതീക്ഷിതമായി ഉണ്ടായ ഇത്തരമൊരു നീക്കം എയർ ഇന്ത്യ എക്സ്പ്രസ് കമ്പനിയെയും അതോടൊപ്പം തന്നെ നിരവധി യാത്രക്കാരെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.